ഇന്നലെയാണ് നമ്മളടുത്ത് നബിദിന റാലി ഉണ്ടായത്. റാലിക്ക് ആദ്യം ഓൻ അയക്കുന്നില്ല വിചാരിച്ച്, പിന്നെ ഉപ്പ വിളിച്ചിട്ട് പറഞ്ഞു ഓനെ കൊണ്ടുവരണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പള്ളീൻ്റെ അടുത്ത് ഓനെ കൊണ്ടാക്കി. അത് കുറച്ച് സമയം റാലിയിൽ പങ്കെടുത്തതിന് ശേഷം വീണ്ടും ഞാൻ കൂട്ടാൻ പോയി. മോനെയും കൂട്ടി നമ്മളെല്ലാവരും കൂടെ റാലി കാണാൻ വേണ്ടിയിട്ട് പോയി. ഒരു രസം തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരുണ്ടാവും ഇങ്ങനെ നബിദിന റാലി കാണാൻ വേണ്ടിയിട്ട്. നബിദിനം ജുമാൻ്റെ അന്നായതുകൊണ്ട് നമ്മളിവിടെ റാലി ഉണ്ടായത് ശനിയാഴ്ചയാണ്. അങ്ങനെ എല്ലാവരും റാലി കാണാൻ വേണ്ടിയിട്ട് ഇതാ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ റാലി എത്തി. മോനുതാ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ കുറേ ആൾക്കാരുണ്ട്. ദഫും ഫ്ലവർ ഷോവും ചെറിയ മക്കളുടെ ഫ്ലവർ ഷോ അങ്ങനെ എന്തൊക്കെയോ പരിപാടികളുണ്ടായിന്. എല്ലാ വർഷവും ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കാത്തിരിക്കും. കാരണം നമ്മുടെ പള്ളികളും റോഡും ഒക്കെ ഇങ്ങനെ നല്ല ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അലങ്കരിച്ചിരിക്കുന്ന കാണാൻ നല്ല രസമാണ്. ഇനിയിപ്പോൾ 2-3 ദിവസം നമ്മുടെ മദ്രസയിൽ കുട്ടികളെ പരിപാടികളുണ്ടാവും. ഫസ്റ്റും സെക്കൻഡിനും സമ്മാനങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി രാത്രി ദിവസങ്ങളിൽ നമുക്ക് പള്ളിയിൽ പോകണം. നമ്മുടെ മക്കളുടെ പരിപാടികളൊക്കെ കാണണം. റബീഉൽ അവ്വൽ 12 സഫർ മാസം ലാസ്റ്റ് തൊട്ടേ എല്ലാവരും റെഡിയാവും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 12-ാം തീയതി ആകുമ്പോഴത്തേക്ക് കുട്ടികളെ കൊണ്ട് പാട്ട് ദഫ് അതൊക്കെ പഠിപ്പിച്ചെടുക്കണം. അതുപോലെ തന്നെ റബീഉൽ അവ്വൽ 12 അന്നാകുമ്പോഴത്തേക്ക് ഫുള്ള് പള്ളികളും പിന്നെ റോഡും കാര്യങ്ങളൊക്കെ അലങ്കരിക്കണം. അതുകൊണ്ട് തന്നെ എല്ലാവരും ഭയങ്കര ബിസി ആയിരിക്കും. ഈ ഘോഷയാത്രയും ദഫും ഒക്കെ കാണാൻ ഒരുപാട് ഇഷ്ടമുള്ളത് നമ്മുടെ പ്രായമായ ഉമ്മമാർക്കാണ്. അവരിങ്ങനെ വന്ന് വയ്യാണ്ടായാലും അവർ വന്നിത് കാണും. കാരണം ആ ദഫ് കാണുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ